ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ ശാതോദരി നിരാകാര ശാതം നിരാകുല. കൃശം ഉദരം യസ്യ സാ, വളരെ കൃശമായ ഉദരത്തോടു കൂടിയ സുന്ദരി എന്നാണ് ശാതോദരി എന്ന വാക്കിനർത്ഥം. ശാന്തിമതി, ശാന്തി അസ്യ അസ്തീതി ശാന്തിമതി, പരമശാന്തയാണ് ദേവി, സൗമ്യയാണ്, ശാന്തയാണ് ദേവി. നിരാധാര, അതിന് രണ്ടർത്ഥം സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആധാരാത് നിഷ്ക്രാന്ത, മൂലാധാരാത് ഉദ്ഗത, മൂലാധാരത്തിൽ നിന്ന് ഉയർന്നവൾ. നിർഗത ആധാര അധിഷ്ഠാനാന്തര യസ്യ, സർവജഗത് അധിഷ്ഠാനസ്യ നിത്യത്വേ ആധാരാന്തരായോഗാത്, താൻ തന്നെ സർവത്തിനും ആധാരമായും തനിക്ക് മറ്റൊരാധാരമില്ലാത്തവളായും ഇരിക്കുന്ന ഏകയായവൾ. ഈ നാമം മുതൽ 187 നിരത്യയ എന്ന നാമം വരെ ദേവിയുടെ നിർഗുണ പരബ്രഹ്മ സ്വരൂപമാണ്. അതിൽ ഇടയിൽ ഒരെണ്ണം മാത്രം നീലചികുര എന്നത് മാത്രം അങ്ങനെയല്ലാതെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ 187 വരെ, ഇത് 132 നാമമാണ്. 187 വരെയുള്ളതിൽ നീലചികുര ഒഴികെ എല്ലാം നിർഗുണ സ്വരൂപമാണ്. തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിക എന്ന് ദുർഗാ സപ്തശതിയിലും നമുക്ക് കാണാൻ കഴിയും. ആ നിരാധാര എന്ന പര്യായം ശുംഭാസുരനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ആകാശത്തിൽ ആധാരമൊന്നും കൂടാതെ തന്നെ ദേവി ഉയർന്നു നിന്നു. അപ്പോഴാണ് ഈ നിരാധാര എന്ന പരാമർശം ദുർഗാ സപ്തശതിയിൽ വരുന്നത്. സ ഭഗവ കസ്മിൻ പ്രതിഷ്ഠിത ഇതി സ്വേ മഹിംന ഇതി ഹോവാച എന്ന് ഛാന്തോഗ്യ ഉപനിഷത്തിൽ കാണാം. ബ്രഹ്മം എവിടെയാണ് പ്രതിഷ്ഠിതം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ വാചകം. സ്വമഹിമയല്ലാതെ മറ്റൊന്നും ആധാരമില്ലാതെ തന്നിൽ തന്നെ, തന്റെ സ്വമഹിമയിൽ തന്നെ തിളങ്ങുന്നു എന്നാണ് ആ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള ശാന്തോഗ്യോപനിഷത്ത് വ്യാഖ്യാനം. അതേ അർത്ഥമാണ് ഇവിടെ നിരാധാര എന്നതിന് കൊടുത്തിരിക്കുന്നത്. ദേവീ പൂജ ബാഹ്യം ആന്തരം എന്ന് 2 വിധമുണ്ട്. ബാഹ്യത്തിൽ തന്നെയാണ് വൈദികവും താന്ത്രികവുമായ 2 വിധം ആരാധനകളും പെടുന്നത്. രണ്ടും ബാഹ്യാരാധനയാണ്. ആന്തരപൂജ എന്ന് പറയുന്നത് 2 തരമുണ്ട്. അത് ഒന്ന് സാധാരം, മറ്റേത് നിരാധാരം. ഒരാധാരത്തോടു കൂടി ചെയ്യുന്നത്, മറ്റേത് നിരാധാരമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 ആന്തര പൂജയുണ്ട്. സാധാരം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉപദേശപ്രകാരം മന്ത്രമയ മൂർത്തിയായിട്ട് ഒരു ദേവിയെ ഭാവന ചെയ്യുന്ന ആന്തര പൂജയാണ്. ഉള്ളിൽ മാത്രം, പുറത്തൊന്നും വെക്കാതെയാണ് സാധാരത്തിലും ചെയ്യുന്നത്. താന്ത്രികത്തിൽ അങ്ങനെയല്ല, വിഗ്രഹങ്ങളുണ്ട്. സാധാരത്തിൽ അതില്ല, മന്ത്രമയ മൂർത്തിയാണ്. അപ്പൊ ഒരക്ഷരത്തിൽ തന്നെ ആ മന്ത്രത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന മൂർത്തിയാണ്. നിരാകാരം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന ദേവിയുടെ രൂപത്തിൽ മനസ്സിന് ലയം സംഭവിക്കുന്ന സംവിത്ത് എന്ന അവസ്ഥയാണ്. ശുദ്ധമായ ജ്ഞാനം ശക്തിയല്ലാതെ മറ്റൊന്നുമല്ല. അതിനാൽ സംസാരം നശിക്കുമ്പോൾ മാത്രമാണ് പരദേവതയെ സാക്ഷിയായി, ആത്മരൂപിണിയായി തനിക്കുള്ളിൽ തന്നെ സ്വയം ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. ഈ സ്വാനുഭൂതിയാൽ താൻ തന്നെ മഹേശ്വരി, താൻ തന്നെ പരമേശ്വരി എന്ന അദ്വയഭാവം നമ്മിൽ ഉദിക്കുന്നു. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഈ നിരാധാര ദർശനം, ഇത് മാത്രമാണ് മുക്തിമാർഗം. ഇതല്ലാതെ ഒന്നുമില്ല. ഇതിന് പ്രമാണമായിട്ട് സൂതസംഹിതയിലെ ശിവമഹാത്മ്യകാന്ഡം 5-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഇത് അടുത്ത നാമം നിരഞ്ജന എന്നാണ്. അഞ്ജനം നാമ കാളിമ തമോരൂപത്വേനാവരണ ധർമ്മേന സാദൃശ്യാത് നിർഗതം അഞ്ജനം യസ്യ സാ. കളങ്കമറ്റവളാണ് നിരഞ്ജന. അഞ്ജനം എന്നാൽ കണ്ണിലെഴുതുന്ന കറുത്ത മഷിയാണ്. അവിദ്യയെ കറുപ്പ്, ഇരുട്ട്, തമസ് ഇവകളോടൊക്കെ സാദൃശ്യപ്പെടുത്താറുണ്ട്. അവിദ്യയുടെ ലാഞ്ചനയില്ലാത്ത സർവപ്രകാശരൂപിണിയായ വിദ്യാരൂപിണി നിരഞ്ജന. അവിദ്യ ജ്ഞാനത്തെ മറയ്ക്കുന്ന ഒരാവരണമാണ്. ജ്ഞാനത്തെ, അജ്ഞാനം എന്ന ഇരുട്ട് മറയ്ക്കാതെ സദാ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെപ്പോലെ പ്രകാശം പരത്തി നിൽക്കുന്നവൾ നിരഞ്ജന. കായസംബന്ധം ഇല്ലാതെ, മായയോട് യാതൊരു സംബന്ധവുമില്ലാതെ, മായാപ്രപഞ്ചത്തോട് സംബന്ധമില്ലാത്ത സത്ത, അതാണ് നിരഞ്ജന. അജ്ഞാനിയായ ജീവനെ നമ്മൾ പശു എന്നാണ് പറയുക. പശുക്കൾ 3 തരം. ഒന്ന്, അനാത്മാവിൽ ആത്മജ്ഞാനമുള്ളവർ. 2, ആണവമലം
മാത്രമുള്ളവർ. മൂന്നാമത്തേത് വിജ്ഞാന കേവലർ. ഈ ദർശിക്കാനാവാത്ത കർമ്മഫലത്തെ അഴുക്ക് മൂടിയവർക്ക് വീണ്ടും 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 ജന്മം എടുത്തിട്ട് വേണം നമുക്ക് ഈ കർമ്മഫലത്തിന്റെ അഴുക്ക് നീക്കിക്കളയാൻ. അവരിൽ അനാത്മാവിലെ ആത്മജ്ഞാനം എന്ന അഴുക്കാണ് ഉള്ളത്. അതാണ് അനാത്മാവിൽ ആത്മജ്ഞാനമുള്ള പശുക്കൾ എന്ന് പറയുന്നത്. അവർക്ക് അഴുക്കുണ്ട്, കർമ്മഫലത്തിന്റെ അഴുക്കുള്ളതുകൊണ്ട് ഒരുപാട് ജന്മം എടുക്കണം. മായാമലം അല്ലെങ്കിൽ ആണവമലം ഉള്ളവർക്ക് എല്ലാറ്റിലും ദ്വൈതഭാവമാണ്. ഇവരെ നമ്മൾ സകലർ എന്ന് പറയും. ഇവരിൽ കർമ്മഫലമായ മലവും അടങ്ങിയിരിക്കുന്നുണ്ട്. നിത്യാഷോഡശികാർണവം ഒരു 6ാമത്തെ ഇതില് 27ാം ശ്ലോക വ്യാഖ്യാനത്തില് സേതുബന്ധം എന്ന കൃതിയില് ഭാസ്കരരായർ ഇത് നന്നായി വിവരിച്ചിട്ടുണ്ട്. ആ സമയത്ത് 354ാം നാമമായ പശുപാശ വിമോചനി എന്നത് അദ്ദേഹം പരാമർശിക്കുന്നുമുണ്ട്. ശ്വേതര ഉപനിഷത്തിലെ നിരവധ്യം നിരഞ്ജനം എന്ന് പരബ്രഹ്മത്തെ വിളിക്കുന്നുണ്ട്. നീ അല്ലെങ്കിൽ അധികമായ രഞ്ജനം ആനന്ദിപ്പിക്കൽ, അനവധി അധികമായ ആനന്ദിപ്പിക്കൽ ഉള്ളവൾ എന്നും അധികമായ ചുവപ്പുള്ളവൾ എന്നും അധികമായ രഞ്ജിപ്പ് ശിവസംയോഗമുള്ളവൾ എന്നും ഒക്കെ ഈ നിരഞ്ജന എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുമുണ്ട്. 133 മുതൽ 187 അതായത് നിരത്യയ വരെ നിർഗുണ സ്വരൂപ ധ്യാനം, അതിന്റെ അതിശയകരമായ ബ്രഹ്മാനന്ദ സുഖഫലം, ഇത് രണ്ടുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി 134ാമത്തെ നാമം നിർലേപ. കർമ്മബന്ധത്താൽ ഏർപ്പെടുന്ന ലേപങ്ങൾ ശരീരത്തിൽ പുരളാത്തവൾ, ജ്ഞാനസ്വരൂപിണിയായ ദേവി. അവളിൽ കർമ്മബന്ധം ഒട്ടുമേയില്ല. ന മാം കർമാണി ലിംബന്തി എന്ന് ഗീതയിൽ പറഞ്ഞ പോലെ ബ്രഹ്മജ്ഞാനിയെ കർമ്മഫലമായ മലങ്ങളൊന്നും സ്പർശിക്കയില്ല. ലിപ്യന്തേ ന സപാപേന പത്മപത്രമിവാംഭസി എന്ന് ഗീത എടുത്തു പറയുന്നുണ്ട്. സൂതസംഹിത യജ്ഞവൈഭവകാണ്ഡത്തിലെ കർമ്മഭി സകലരഭി ലിപ്യതേ ബ്രഹ്മവിത് പ്രവരശ്ച ന സർവദാ പത്മപത്രമിവാദ്ഭിരഹോ പരബ്രഹ്മവിത് പ്രവരസ്തു വൈഭവം. പ്രളയകേവലർ എന്ന മലം പരബ്രഹ്മസ്വരൂപിണിയായ ശ്രീവിദ്യയിൽ ഒട്ടുമേയില്ല. നിർമ്മല എന്ന് പറഞ്ഞാൽ ഒട്ടും മലമില്ലാത്തവൾ എന്ന് തന്നെ, അഴുക്കറ്റവൾ എന്ന് തന്നെയാണ് അർത്ഥം. ആണവമലം ഇല്ലാത്തവൾ. അതിനാൽ വിജ്ഞാന കേവലർ എന്ന മലം പോലും അതിലില്ല. തമോ ഗുണം എന്ന മലമില്ല. അവിദ്യ എന്ന മലമില്ല. ജീവന് പ്രധാന മുക്തിയാണ്. നിർമ്മല നിത്യമുക്ത എന്നതിനാൽ ദേവിയുടെ മുക്താവസ്ഥയും അവിടെ സൂചിതമാണ്. 347ാം നാമം വിമല എന്നുള്ളതിലും ഇതേ അർത്ഥങ്ങളൊക്കെ വീണ്ടും പറയുന്നുമുണ്ട്. കളങ്കരാഹിത്യം ശ്രീവിദ്യാപ്രാപ്തി കൊണ്ട് സാധകന്മാരിലും കാണപ്പെടുന്നു. നിത്യ, ത്രികാലത്തിലും നാശമില്ലാത്തവൾ, ശാശ്വതി എന്ന് തന്നെ അർത്ഥം. 951ാമത്തെ നാമം ശാശ്വതി, അതേ അർത്ഥമാണ് നിത്യയ്ക്ക്. ബൃഹദാരണ്യക ഉപനിഷത്തിലെ അവിനാശി വാ അരേം ആത്മാ എന്ന് കാണാം. അവിനാശിയായ ആത്മാവ് ഓരോ ക്ഷണവും സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നതാണ്. പ്രപഞ്ചം എന്ന ക്ഷണിക വിജ്ഞാനവാദത്തെ നിത്യ, ശാശ്വതി, അവിനാശി മുതലായ വാക്കുകളെ കൊണ്ട് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അത് ഒരിക്കലും നശിക്കാത്ത ഒരു സാധനം നിലനിൽക്കുന്നുണ്ട്. ആ പരമാർത്ഥ സത്തയ്ക്ക് അവസാനമില്ല. ശ്രീവിദ്യാ ഉപാസനാക്രമത്തില് 15 തിഥി നിത്യാദേവികളുണ്ട്. അപ്പൊ നിത്യ എന്നുള്ളത് ഈ കാലത്രയെ അപ്യഭാദ്യ, കാലത്രയം കൊണ്ടും ബാധിക്കപ്പെടാത്ത ആ നിത്യ, അതിന് 15 തിഥി നിത്യാദേവികളുടെ നാമം ശ്രീവിദ്യാ ഉപാസനാക്രമത്തിൽ പറയുന്നുണ്ട്. 16ാമത്തെ മഹാനിത്യ ദേവി തന്നെയാണ്. 15 നിത്യകൾക്ക് തന്ത്രശാസ്ത്രത്തിലും നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതത്തിലെ ദ്രഷ്ട മുതലായി പറയപ്പെട്ട കാലം തന്നെയാണ് തന്ത്രത്തിലെ നിത്യകൾ. ദേവി ആ നിത്യകൾക്കെല്ലാം അതീതയായ, കാലാതീതയായ മഹാനിത്യയാണ്. പ്രതിപൻ മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത എന്ന 610ലും നിത്യ ഷോഡശികാരൂപ എന്ന് 391ലും നാമത്തിൽ പറയുന്ന നാമങ്ങൾ നിത്യാസംബന്ധങ്ങൾ തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുള്ള നിത്യകള്, അവരുടെ നാമസംഖ്യ, ശുക്ലപക്ഷ കൃഷ്ണപക്ഷ തിഥികൾ എന്നിവ നമുക്ക് ഒരു പട്ടിക രൂപത്തിൽ വരച്ചാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ആ നാമസംഖ്യയാണ് ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഏത് തിഥിയിലെ, ശുക്ലപക്ഷത്തിൽ ഏത് തിഥിയിലെ, കൃഷ്ണപക്ഷത്തിൽ ഏത് തിഥിയിൽ വരും എന്നുള്ളതും നിത്യാനാമങ്ങളും. നിത്യാനാമങ്ങൾ ഇതിലെ ജ്വാലാമാലിനി, നിത്യ, സർവമംഗല, ഭഗമാലിനി, വിജയ,
വന്യവാസിനി, നിത്യക്ലിന്ന, ശിവദൂതി, വജ്രേശ്വരി എന്നിവയാണ് ലളിതാ സഹസ്രനാമത്തിലെ എടുത്തു പറഞ്ഞിട്ടുള്ള 9 നിത്യകളുടെ നാമങ്ങൾ. 15 എണ്ണത്തിന്റെ പറഞ്ഞിട്ടില്ല. 15 നിത്യകളുടെ നാമങ്ങൾ ഉണ്ടെങ്കിലും ലളിതാ സഹസ്രനാമത്തിൽ ഈ 9 ആളെയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് നാമങ്ങളിൽ കൂടെ. ഭണ്ഡാസുരന്റെ 15 സേനാധിപരെ 15 നിത്യകൾ തോൽപ്പിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തന്ത്രരാജതന്ത്രത്തിലെ നിത്യകളുടെ ധ്യാനം, അവരുടെ മന്ത്രങ്ങൾ, അവരുടെ പൂജ ഇതൊക്കെ വിവരിച്ചിട്ടുമുണ്ട്. കാമ്യഫലസിദ്ധിക്ക്, അതായത് ഉദ്ദേശഫലസിദ്ധിക്ക് തക്കതായ ധ്യാനങ്ങൾ ഓരോരുത്തർക്കും വെവ്വേറെയുണ്ട്. നിത്യയെ ധ്യാനിച്ചാൽ കാലത്രയത്തിലും നാശമില്ലാത്ത അമൃതത്വം ലഭിക്കും. കാരണം നിത്യയെയാണ് പൂജിക്കുന്നത്, കാലത്രയമില്ലാത്ത കലാതീതയെയാണ് നമ്മൾ പൂജിക്കുന്നത്. അതുകൊണ്ട് നമുക്കും കാലത്രയത്തിലും നാശമില്ലാത്ത അവിനാശിയായ കീർത്തിയും അതിന്റെ ഫലങ്ങളും എല്ലാം ലഭിക്കും എന്നുള്ളതാണ്. നിരാകാര, രൂപമില്ലാത്തവൾ. ആകാരസ്യ സഗുണരൂപസ്യ കൽപ്പിതത്വാ നിരാകാര. ഭാഗവതത്തിലെ സവൈന ദേവാസുരമർത്യതിര്യഘ്ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തു നായം ഗുണ കർമ്മ ന സന്ന ച സന്നിഷേധ ശേഷോ ജയദാദശേഷ. നിർഗുണപരബ്രഹ്മസ്വരൂപിണിയാണ് ഞാൻ. ദേവനോ അസുരനോ മർത്യനോ മൃഗമോ സ്ത്രീയോ പുരുഷനോ ഷണ്ടനോ ജന്തുവോ ഒന്നുമല്ല. എനിക്ക് അങ്ങനെയുള്ള ഗുണങ്ങളൊന്നുമില്ല, അങ്ങനെ രൂപങ്ങളുമില്ല, എനിക്ക് കർമ്മവുമില്ല എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള അതേ സ്വരൂപമാണ് ഇവിടെ നിരാകാര എന്ന് പറയുന്നത്. അങ്ങനെ നിരാകാരയായതുകൊണ്ട് സർവത്തിലും ആ രൂപം നിറഞ്ഞു നിൽക്കുന്നു. നാം കാണുന്ന സർവചരാചര വസ്തുക്കളിലും സർവപ്രപഞ്ചങ്ങളിലും അതേ ശ്രീരൂപം തന്നെ, അവളുടെ ശ്രീരൂപം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഏകമായ രൂപമില്ലാത്ത അവൾ തന്നെ അനേക രൂപത്വം കൈക്കൊണ്ട് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കാനും സാധിക്കും. ഏകത്തെ അനേകമാക്കുന്നത് ആ ശ്രീരൂപം തന്നെയാണ്. മായ കൊണ്ട് നിർമ്മിതമാണ് ഈ ശ്രീരൂപം. യഥാർത്ഥത്തിൽ സർവവ്യാപിയായ അവൾക്ക് രൂപമില്ല. എല്ലാ രൂപത്തിലും അവൾ ഉള്ളതുകൊണ്ട് എല്ലാ രൂപത്തിലും അവളെ കണ്ട് ആരാധിക്കാനും നമുക്ക് സാധിക്കും. നാമമില്ല, പക്ഷേ സർവനാമത്തിലും അവളുണ്ട്. സർവഗുണവുമുള്ള സഗുണയാണ്, ഗുണാതീതയായ നിർഗുണയുമാണ്, സാകാരയുമാണ്, നിരാകാരയുമാണ്. നിരാകാര എന്ന നാമം കൊണ്ട് മാധ്യമികന്മാർ എന്നറിയപ്പെടുന്ന വിജ്ഞാനവാദികളുടെ മതത്തെ നിരാകരിക്കുകയാണ്. നിരാകുല, അവിദ്യാസമ്പർക്കേപി ആകുലത്വാഭാവാൽ നിരാകുല. നിർഗത ആകുലത യസ്യ ഇതി വാ താദൃശാനാം ദൂരേതി യാവത്. അവിദ്യയുടെ സമ്പർക്കമുണ്ടെങ്കിൽ മാത്രമേ ആകുലത്വം വരികയുള്ളൂ. ആകുലത്വം ഇല്ലായകയാൽ അവൾ നിരാകുലയാണ്, അവിദ്യാസമ്പർക്കം ഇല്ലാത്തവളാണ്. കലങ്ങിയ ആകുലമായ മനസ്സുള്ളവരിൽ വിദ്യാരൂപമായ വിവേകം ഉദിക്കുകയില്ല, ഇരിക്കുകയുമില്ല. അതായത് കലങ്ങിയ മനസ്സുള്ളവർക്ക്, ആകുല മനസ്സുള്ളവർക്ക് ശ്രദ്ധ കിട്ടുകയില്ല. അതുകൊണ്ട് വിദ്യ ആകുല മനസ്സുള്ളവരിൽ നിന്ന് വളരെ 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 ദൂരെയാണ്, അപ്രാപ്യയാണ്. തെളിഞ്ഞ പ്രശാന്ത മനസ്സും ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാപ്രാപ്തി ലഭിക്കുകയുള്ളൂ. ശ്രീവിദ്യയുടെ ഉപാസനത്തിന് തെളിഞ്ഞ മനസ്സ്, നിരാകുലമായ മനസ്സ് ആവശ്യമാണ്. ആകുലം എന്നാൽ വേറൊരർത്ഥം ശൂന്യനില. എങ്ങും നിറഞ്ഞ സർവവ്യാപിയായ ഊർജത്തിൽ ശൂന്യാവസ്ഥ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ത്രസിക്കുന്ന ചിത്ത് എന്ന ചിച്ഛക്തി മണ്ഡലമാണത്. അതിനാൽ ശൂന്യവാദത്തെ നിരാകരിക്കാനാണ് നിരാകുല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിരാബാധ എന്നുള്ള നാമം 178ാമത്തെ നാമം പിന്നെയും പറയുന്നുണ്ട്. അത് ഇനിയും വരും. അത്